and Nambiar. We meet again. Gokulam Chit Funds അതിന്റെ 50ാമത്തെ വർഷം ഇതാ പൂർത്തിയാക്കുകയാണ്. And as part of that, the Chit Funds company has started a Gokulam FC, which is dedicating to complete football, and they're doing wonders in the field of football. And ഈ ഒരു പാരമ്പര്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഈ ഒരു ജൈത്രയാത്ര നമ്മൾ ചെറിയൊരു വീഡിയോ ക്ലിപ്പിലൂടെ ആദ്യമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. So, on to the AV, please. Time whistle had gone. The second half gets underway. Atletico attacking the two teams playing here. Long striding Brazilian, options left and right. It's found a way to Shevchenko's a flag up. It won't count. It won't count. Andriy Shevchenko celebrates. And towards Gerrard. ചിറകു പകരുമ്പോഴാണ് നേട്ടങ്ങൾ അർത്ഥപൂർണമാവുന്നത്. ഗോകുലം കേരള FC ഫ്രം ശ്രീ ഗോകുലം. അർത്ഥപൂർണമായ 50 വർഷങ്ങൾ. നമസ്കാരം. വളരെയധികം സന്തോഷം നിറയുന്ന ഒരു മനോഹരമായ സന്ധ്യയ്ക്ക് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ഏവരെയും കമാര സംഭവത്തിൻ്റെ ഔപചാരികമായ ഓഡിയോ പ്രകാശന ചടങ്ങിലേക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഒരു സമയത്ത്
മലയാള സിനിമ പ്രേക്ഷക ലോകം ഒന്നടങ്കം ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കൃത്യമായി ഒരാഴ്ച മുൻപാണ് കമാര സംഭവത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിനോടകം തന്നെ അത് വൈറലായി നമ്മൾ വീഡിയോയിൽ കണ്ടതിലൂടെ അതിൻ്റെ സൗണ്ടിങ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും സിനിമറ്റോഗ്രഫി ആണെങ്കിലും ജനപ്രിയ നായകനായ ദിലീപേട്ടൻ്റെ കഥാപാത്രങ്ങൾ കണ്ടാണെങ്കിലും നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലാത്ത ഒരു വീഡിയോ തന്നെയാണ്. നമ്മൾ ടീസറിൽ കണ്ട പോലെ തന്നെ 1946 തുടങ്ങി 3 കാലഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. ജനപ്രിയ നായകനായ ദിലീപേട്ടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രം തന്നെയാണ് കമാരൻ നമ്പ്യാർ എന്ന് ഇതിനോടകം തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ റൊമാൻറ്റിക് ഹീറോ സിദ്ധാർത്ഥിൻ്റെ ആദ്യ ഡെബ്യൂ മലയാള ചിത്രം കൂടിയാണ് കമാര സംഭവം. നവാഗതനായ രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത് ശ്രീഗോകുലം മൂവീസ് നിർമ്മിച്ച് മുരളി ഗോപി തിരക്കഥ എഴുതിയ ഈ ചിത്രം ഏപ്രിൽ 5-നാണ് അതിൻ്റെ പ്രദർശനം ആരംഭിക്കാനായി പോകുന്നത്. രതീഷ് അമ്പാട്ട് സാർ മലയാളി പ്രേക്ഷകർക്കല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വിഷ്വൽ ട്രീറ്റും അതോടൊപ്പം തന്നെ വിഷു കൈനീട്ടം കൂടിയാണ് കമാര സംഭവം എന്ന് തീർച്ചയായിട്ടും അറിയിച്ചു കൊള്ളുകയാണ്. ഒരിക്കൽ കൂടി ഏവരെയും ഹൃദ്യമായി സന്തോഷത്തിൻ്റെ ഭാഷയിൽ ഈ ഒരു മനോഹരമായ സന്ധ്യയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈഡി. നമ്മുടെ ഔപചാരികമായ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി ഏറെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ VC പ്രവീൺ, ഡയറക്ടർ ഓപ്പറേഷൻസ് ഗോകുലം ഗ്രൂപ്പ്. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സാർ. ഹാപ്പി ഈവനിങ് ടു ഓൾ. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഫൈനലി ദ വെയിറ്റ് ഇസ് ഗോയിങ് ടു ബി ഓവർ. കുറേ വർഷങ്ങളായി ദിലീപിൻ്റെ ഒരു സൗഹൃദ ബന്ധത്തിൽ കുറേയായി ദിലീപിനടുത്ത് വരുന്നവർ നമ്മളൊരു പടം ചെയ്യേണ്ടേ ഗോകുലം മൂവീസിൽ നിന്ന്. ദിലീപ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ മൈ ബോസും 2 കൺട്രീസും എല്ലാം കാണുമ്പോൾ അവർ ഈ പടം നമുക്ക് തന്നൂടായിരുന്നു എന്ന് പറയും. പക്ഷേ പ്രോബ്ലി ഹി ഹാഡ് റീസൺസ് ടു വെയിറ്റ് ഫോർ എ ബിഗ് മൂവി. ഗോകുലം ചെയ്യുമ്പോൾ എപ്പോഴും വലിയ പടം ചെയ്യേണ്ടേ പറയും. അത് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാ ആർട്ടിസ്റ്റിനും ഡയറക്ടേഴ്സിനും ഉള്ളത്. ഗോകുലം ചെയ്യുമ്പോൾ വലിയ പടം ചെയ്യണം. അവർ ചെറിയ പടങ്ങളൊന്നും ചെയ്യും, അങ്ങനെ തന്നാൽ മതി. ബട്ട് ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് ദിലീപ് വിളിച്ചു, ഇങ്ങനെ ഒരു പടമുണ്ട് പറഞ്ഞു, കേട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന്. അപ്പം ഡയറക്ടർ പറഞ്ഞപ്പോൾ രതീഷ് അമ്പാട്ട് എന്ന് പറഞ്ഞു, പുതിയ ഡയറക്ടറാണ്. സ്ക്രിപ്റ്റ് മുരളി ഗോപി. സോ മുരളി ഗോപിൻ്റെ എല്ലാ പടങ്ങളും കാണുന്ന ഒരാളാണ്. ഒരു സ്ക്രിപ്റ്റിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ളത്. ബിക്കോസ് ഹി റൈറ്റ് സച്ച് വണ്ടർഫുൾ സ്ക്രിപ്റ്റ്സ്. അങ്ങനെ കഥ കേട്ടപ്പോൾ വളരെ നല്ലൊരു പടമായിരുന്നു, സബ്ജക്റ്റായിരുന്നു. ഇറ്റ് വാസ് ബിഗ് ഹെവി. അപ്പോൾ പടത്തിൻ്റെ ടൈറ്റിൽ പറയുമ്പോൾ പറഞ്ഞു കമാര സംഭവം പറഞ്ഞു. അപ്പോൾ മലയാളം സിനിമയിൽ തന്നെ ഒരു സംഭവമാവുന്ന ഒരു പടമായിരിക്കും എന്ന് നമുക്ക് അന്ന് തന്നെ തോന്നി. പക്ഷേ ദിലീപിനോട് തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു പടമെല്ലാം ഓക്കെ, പക്ഷേ പുതിയൊരു ഡയറക്ടർ വേണം. ഓൾറെഡി വലിയൊരു ബഡ്ജറ്റാണ്, അതിൽ എന്നൊരു പുതിയൊരു നവാഗത ഡയറക്ടർ നമ്മൾ റിസ്ക് അല്ലേ എടുക്കുന്നതെന്ന് പറഞ്ഞു. ബട്ട് ലെറ്റ് മീ ദിസ് മൂവ്മെൻറ്റ് ടേക്ക് ദോസ് ബാക്ക്വേർഡ്സ്. വാട്ട് എ വണ്ടർഫുൾ മൂവി ഈസ് ഗിവൺ. അത്രയും ഇൻവോൾവ്മെൻറ്റ് ഡെഡിക്കേറ്റഡ് ഉള്ള ഒരു യങ് ഡയറക്ടറായിരുന്നു. നമ്മൾ ചിരിച്ച് സംസാരിച്ചതിനാണ് കുറേ അടി കൂടിയതാണ് നമ്മളുണ്ടാവുക. ബട്ട് ഫൈനലി എൻ പ്രോഡക്റ്റ് കാണുമ്പോൾ ഐ തിങ്ക് എവറി ഫൈറ്റ് ഇറ്റ് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സച്ച് എ വണ്ടർഫുൾ മൂവി ഈസ് ഗിവൺ. ഇത് ദിലീപ് വർമ്മ മലയാളത്തിൽ തന്നെ വലിയൊരു സംഭവമായിരിക്കും പറഞ്ഞു. ബട്ട് ഐ കറക്റ്റും ദറ്റ് ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയൊരു സംഭവമായി പടം മാറും. സോ വണ്ടർഫുള്ളി ഇറ്റ് ഹസ് കം. അതിനുശേഷം അച്ഛനടുത്ത് ദിലീപ് ഗോവാട്ടൻ കഥ കേട്ടുമെന്ന് പറഞ്ഞു. അവന് ബഡ്ജറ്റ് കേട്ട ഒരു കഥ കേൾക്കും. അങ്ങനെ അച്ഛൻ കഥ കേട്ടോന്ന് പറഞ്ഞ് എന്ത് തോന്നുന്നു, അവന് വലിയൊരു ബഡ്ജറ്റാണ്, നല്ലൊരു പടമാണ്. ബട്ട് ശരി, ദിലീപ് പറയുന്നില്ലേ, ദിലീപിന് നമ്മളങ്ങാണ്ട് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം കഴിവും ഉണ്ട് മനസ്സിലാക്കാം. ബിക്കോസ് ഈസ് നോട്ട് ഓൺലി എ ഗുഡ് ആക്ടർ, എ ഗുഡ് പ്രൊഡ്യൂസർ, ഗുഡ് ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാത്തിനും പുറമെ ഈസ് സച്ച് എ ഗ്രേറ്റ് ബിസിനസ് മാൻ. തൊട്ട എല്ലാ ബിസിനസ്സും നല്ല പൊന്നാക്കുന്ന ഒരാളാണ്. സോ സിനിമേൻ്റെ കാര്യത്തിലും വി ലീവ് ദ കോൾ ടു ഹിം എന്ന് പറഞ്ഞു. സോ ദെൻ വി സ്റ്റാർട്ട് ദ കാസ്റ്റിംഗ് എവറിത്തിങ്.
first fight came between me and Ritesh was when he wanted to cast Siddharth. ഞാൻ പറഞ്ഞു മലയാളത്തിൽ എത്രയോ ഹീറോസ് ഉണ്ട്, എന്തിനാ സിദ്ധാർത്ഥ ബഡ്ജറ്റ് എടുത്ത് പൊന്താത്ത ഒരു ബഡ്ജറ്റ് വേണോ, അതിൻ്റെ ഒരു ബഡ്ജറ്റ് കൂടുതലെന്ന്. ബട്ട് എൻഡ് ഓഫ് ദിസ് മൂവി കാസ്റ്റിംഗ് വൈസ് shooting all, I didn't know that, but after seeing the movie, I called Siddharth and told him my apologies, because we are so proud that Gokulam Films is launching you in Tamil Malayalam cinema. Such a debut he's given. Unbelievable. ദിലീപിൻ്റെ ഫാൻസിനും സിദ്ധാർത്ഥിൻ്റെ ഫാൻസും ആവും, അത്രയും ഉറപ്പാണ്. So wonderful the thing is. And then Bobby Sinha was another cast. Then we had Namita Pramod. We wanted an artist. രണ്ടുപേരും മത്സരിക്കുന്ന ഒരു സുന്ദരി വേണമല്ലോ. There was no wonder Ritesh cast Namita. She's done a great performance. അങ്ങനെ ഓരോ ഇതും ഗോകുലം മൂവീസിൻ്റെ ഈ പടം വലിയൊരു വിജയമായിരിക്കും. എന്ന് വെച്ചാൽ ദിലീപും സിദ്ധാർത്ഥും രതീഷും ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, പഴശ്ശിരാജയ്ക്ക് ശേഷം ഓഡിയോ റിലീസ് കോൺഫറൻസ് ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടിയാണ്. So this movie will rock in Malayalam cinema. And of course, teaser നിങ്ങൾ കണ്ടു. Business-wise also, Hindi rights has gone at record price in Malayalam film industry. The satellite, മറ്റു ഓരോ കാര്യങ്ങളും അങ്ങനെ business is doing really good. I'm sure that even before release, we should be able to talk about table profits. ഒരു ഷോർട്ട് നോട്ടീസിലായിരുന്നു ഈ ഡേറ്റ്സ് ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും കണ്ടിയും ഡേറ്റ് ദിലീപിൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും ഡേറ്റ്സിന് ഫൈറ്റ് ചെയ്യാൻ എളുപ്പം കിട്ടും. ഇവിടെ പടത്തിന് പ്രൊഡ്യൂസറുടെ ഡേറ്റ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 25th 27th അങ്ങനെ ഓരോ ഡേറ്റ് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇല്ല, ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് പറഞ്ഞു ഗോവാട്ടൻ ഇല്ലെങ്കിൽ നമുക്ക് ഓഡിയോ റിലീസ് തന്നെ വേണ്ട, ഗോവാട്ടൻ ഉള്ള ഡേറ്റിൽ മതി പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു ഡേറ്റ് നമുക്ക് കിട്ടിയത്. ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. പലരെയും പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു സിനിമ വന്നിട്ട് ഒരു ബിഗ് ഈഗോയിസ്റ്റിക് വേൾഡാന്ന് പറയും. ബട്ട് ദ പീപ്പിൾ ഹിയർ ഹു ഹാവ് അറ്റൻഡ് ദ ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്ത ശ്രീ ലാൽ ജോസ് സാറായിരിക്കും, ഹരികുമാർ സാർ, ബ്ലസ്സി സാർ, ജോഷി സാർ, all of them have come in just a call's notice. So I welcome all these legends sitting here, because your presence here is going to do a lot of wonders for the cinema also. Vaishak, ഇപ്പോഴത്തെ പുതിയ സൂപ്പർ സ്റ്റാർ. സോ അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ പലരും നമ്മൾ ഈ ഇൻവിറ്റേഷൻ കേട്ടിട്ട് വന്നിട്ടുണ്ട്. സിദ്ദിഖ് സാർ എന്നൊരാൾ ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തരാത്ത ഒരു പ്രൊഡ്യൂസറാണ്. ദെൻ നെക്സ്റ്റ് ഗോകുലം സാധാരണ ഒരു വലിയൊരു ബഡ്ജറ്റ് ഒരു പടമേ ചെയ്യുള്ളൂ, പക്ഷേ ഇപ്പോൾ വലിയ 2 ബഡ്ജറ്റ് പടമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബിഗസ്റ്റ് ബഡ്ജറ്റ് ഇസ് കായംകുളം കൊച്ചുണ്ണി. അതിൻ്റെ ഹീറോ ശ്രീ നിവിൻ പോളി, സണ്ണി വെയിൻ, ഓൾ ഹിയർ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി അനദർ വണ്ടർഫുൾ മൂവി ഫോർ us. സോ ഫസ്റ്റ് കമ്മാരസമം തീർച്ചയായിട്ടും മലയാളം സിനിമ മാത്രമല്ല, again I'll tell you, it will be a benchmark in Indian cinema. Movies come out really well, the songs have come out well, and the rest the public will decide. So I welcome you all, one and all, who have come for this gathering. തീർച്ചയായിട്ടും ദിലീപ് പറയുന്ന പോലെ ഇതിൻ്റെ 100th ഡേയോ നമ്മൾ തീർച്ചയായിട്ടും വിൽ കോൾ ഫോർ another celebration to thank you all. Then sometimes I'll think ചില ഇതിൽ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പല പടങ്ങൾ ചെയ്യുമ്പം ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പല പടങ്ങളും ചെയ്യുന്നത്, ബട്ട് റീ റെക്കോർഡിങ് ചെയ്യുമ്പം രതീഷ് പറഞ്ഞു നമുക്ക് കിഡ്നാപ്പ് ചെയ്ത് വല്ല റൂമിലും കൊണ്ടുവരുത്തണം, ഇല്ലെങ്കിൽ ഗോപി സുന്ദർ രക്ഷപ്പെട്ട് കളയുന്നു. അതിൻ്റെ അർത്ഥം പറഞ്ഞത് ആ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും റീ റെക്കോർഡിങ് കേട്ടാണ്. ഇൻഫാക്ട് കിഡ്നാപ്പ് ചെയ്തിട്ട് തന്നെ നമ്മളെ ഹോട്ടലിൽ വെച്ചിരിക്കുകയാണ്. സോ ദ സോങ്സ്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് കം അമേസിങ്. ഇതിനെല്ലാം പുറമെ ഇവിടെ ഒരാൾ എത്തിച്ചേരാൻ പറ്റിയില്ല, ശ്രീ റസൂൽ പൂക്കുറ്റി. അദ്ദേഹത്തിൻ്റെ അടുത്ത് റീ റെക്കോർഡിങ് പറയുമ്പോൾ പടം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്താ എപ്പോഴും വന്നിട്ട് എനിക്ക് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം തരുന്നത്, ഇത്രയും നല്ല പടം ചെയ്തിട്ട് എനിക്ക് തരുന്നത് ചുരുങ്ങിയ സമയം, അത് ശരിയല്ല പറഞ്ഞു. ആൻഡ് ദിലീപ് സാർ വിളിച്ച് കൺവിൻസ് ചെയ്യേണ്ടി വന്നു, ഇത് നിങ്ങൾ തന്നെ ചെയ്യണം, പക്ഷേ വേറെ വഴിയില്ല. ആൻഡ് ഹീസ് ഷട്ട്ലിങ് ഇൻ ബോംബെ in 3 places studios doing the sound recording for this film. And yesterday Dilip sir avade undayirunnu to check us thing. Idu Dilip sir ivade parayumbol compare parannu it will be a big landmark film for Dilip sir na. It will be, it's beyond words, I'm telling you. Movie release ചെയ്താലേ കാണണം, because Dilip sir ഇന്ന് വരെ ചെയ്ത ഒരു പടത്തിൻ്റെ ഇതായിരിക്കില്ല. It will be a trend center for him also. Actor Surya in the teaser കണ്ടിട്ട് he sent a message telling that mind blowing, Dilip sir
ചെന്നൈയിലൊരു ഷൂട്ടിങ്ങിൻ്റെ സമയം ബോത്ത് ഓഫ് ദം ഷെയർ ദ സെയിം ഫ്ലോ ഇൻ സ്റ്റുഡിയോ. അപ്പോൾ കണ്ടിരുന്നു. സോ നമ്മൾ അയച്ചു കൊടുത്തിരുന്നില്ല. ബട്ട് ട്രെയിലർ കണ്ട ശേഷം ഒരു സൗത്ത് ഇന്ത്യയിൽ ഇന്നൊരു ടോപ്പ് ഫിലിം സ്റ്റാർ വിളിച്ച് അതിനെപ്പറ്റി ആശംസിക്കുന്നത് വലിയൊരു കാര്യമാണ്. സോ ഇൻ ഓൾ വേസ് ദിസ് ഫിലിം ഇസ് ഗോയിങ് ടു ബി എ ബിഗ് blockbuster hit. So wishing you all a hearty welcome and thank you. താങ്ക് യു സോ മച്ച് സർ. ഈ ഒരു ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിലേക്കായി ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഴുവൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭദ്രദീപം തെളിയിച്ചാണ് ഈ ഒരു മനോഹരമായ സന്ധ്യയ്ക്ക് അതിൻ്റെ തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ, ദ ഹിറ്റ് മേക്കർ, പ്രൊഡ്യൂസർ ഓഫ് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് തന്നെ വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. നമുക്ക് സ്വാഗതം ചെയ്യാം ഏറെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും വേദിയിലേക്ക് നല്ലൊരു കൈയടിയോടുകൂടി തന്നെ ശ്രീ ഗോകുലം ഗോപാലൻ അവരുകൾ. സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ രതീഷ് അംബാദ് സർ, writer and actor Murali Gopi sir, please welcome. സ്വാഗതം ചെയ്യാം നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ സ്വപ്ന സുന്ദരി നമിത പ്രമോദ് ഓൺ ടു ദ സ്റ്റേജ്. സ്വാഗതം ചെയ്യുന്നു ശ്വേത മേനൻ മാം, പ്ലീസ് വെൽക്കം. ഈ മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ, ദ മ്യൂസിക്കൽ മജീഷ്യൻ ഗോപി സുന്ദർ സർ. The musical partner of this film, Saji, MD Millennium Audios. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സണ്ണി വെയിൻ, ഇടവേള ബാബു സർ, മണിക്കുട്ടൻ, അഞ്ജലി നായർ, MM ഹംസ, സ്വാഗതം ചെയ്യുന്നു വിനയ് ഫോർട്ട് ഓൺ ടു ദ സ്റ്റേജ്, പ്ലീസ് വെൽക്കം. അടുത്തതായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന ആളിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ദ യൂത്ത് ഐക്കോൺ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, നിവിൻ പോളി. സ്വാഗതം ചെയ്യുന്നു ലാൽജോ സർ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സുധീർ കുമാർ, സാദിഖ്, ഔസേപ്പച്ചൻ വാളക്കുഴി സർ, സംവിധായകൻ ശ്രീകാന്ത് മുരളി, റൈറ്റർ സിന്ധുരാജ് സർ, സംവിധായകൻ കണ്ണൻ താമലക്കുളം സർ, ശ്രീ അരുൺ ഗോപി, ശ്രീ രാകേഷ് ബി, സന്ദീപ് സേനൻ, സംവിധായകൻ വൈശാഖ്, സംവിധായകൻ ഹരികുമാർ സർ, സംവിധായകൻ മാർത്താണ്ഡൻ സർ, സംവിധായകൻ അജയ് വാസുദേവ് സർ, സ്വാഗതം ചെയ്യുന്നു സലാം ബാപ്പു സർ. ഏറെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ ജോഷി സർ. സ്വാഗതം ചെയ്യുകയാണ് ശ്രീ VC പ്രവീൺ.
അടുത്തതായി വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും സംവിധായകൻ ബ്ലെസ്സി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. രതീഷ് സാറിൻ്റെ മെൻറ്റർ, ഇൻസ്പിറേഷൻ, ഗുരുസ്ഥാനീയൻ എന്ന് തന്നെ വേണം അദ്ദേഹത്തെ അറിയിക്കാൻ. സ്വാഗതം ചെയ്യുന്നു സിദ്ദിഖ് സർ. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യാം. Let's welcome on stage Baiju Gokulam. Welcome, sir. And also let me invite VC Praveen, sir. സ്വാഗതം ചെയ്യുന്നു DOP സുനിൽ സർ. അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സുധാകർ സർ. സ്വാഗതം ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ ഓഫ് മംഗലം പേപ്പേഴ്സ് ഷാജി സർ. Inviting onto the stage Vijay from Central Pictures. Welcome, sir. Also inviting Ms. Divya Prabha onto the stage. Please welcome. And now the wait is over to invite a romantic hero, Siddharth, onto the stage. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ആദ്യമായി വരുമ്പോൾ ഈ ഒരു കൈയടി പോരാ, നല്ലൊരു ഡബിൾ സ്ട്രോങ് കൈയടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സിദ്ധാർത്ഥ്. ആൻഡ് നൗ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ സ്വന്തം കുമാരൻ, ജനപ്രിയ നായകൻ. പ്ലീസ് put your hands together to welcome Devetan onto the stage. വെൽക്കം ദിലീപേട്ട. അടുത്തതായി ഭദ്രദീപം തെളിയിച്ചാണ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുന്നത്. ഐ റിക്വസ്റ്റ് ഓൾ ദി ഡിഗ്നിറ്ററീസ് ടു കൈൻഡ്ലി സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് ഡു ദി ഓണർ പ്ലീസ്. എല്ലാ വിശിഷ്ട വ്യക്തികളും കൂടെ ചേരണമെന്ന് അറിയിച്ചുകൊള്ളുകയാണ്. ഓഡിയോ പ്രകാശന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഗോകുലം ഗോപാലൻ അവരുകൾ നിർമ്മിച്ചെടുക്കുകയാണ്.
ഇത്രയും നാളും നിങ്ങൾ ഓരോരുത്തരും തന്ന അതേ സപ്പോർട്ടും പ്രാർത്ഥനയും തുടർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ചിത്രത്തിനും ഉണ്ടാവും എന്ന വിശ്വാസത്തോടുകൂടിയും വാഗ്ദാനത്തോടു കൂടിയും വിഷ്ണു വ്യക്തികൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് എവ്രിവൺ ആൻഡ് പ്ലീസ് ബി സീറ്റഡ്. And now to address the gathering, may I please invite Shri Gokulam Gopalan sir. Welcome. സ്നേഹമുള്ള ഇവിടുത്തെ പ്രമുഖ വ്യക്തികളെ, കലാകാരന്മാരെ, കലാപ്രേമികളെ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പഴശ്ശിരാജ ചെയ്തതിന് ശേഷം നല്ലൊരു പടം നിർമ്മിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹപ്രകാരം ദിലീപ് മുതൽ പല നല്ല നടന്മാരെയൊക്കെ സമീപിച്ചിരുന്നു. പക്ഷേ ഒത്തുചേർന്നില്ല. അവസാനം ഒരു ദിവസം ദിലീപിനെ കാണുകയും അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്കിങ്ങനൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ശരി ചെയ്യാം, അതിന് ആരാണ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ രതീഷ് എന്ന ചെറുപ്പക്കാരനെ പറഞ്ഞപ്പോൾ എനിക്ക് രതീഷിനെ പറ്റി അത്ര കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ നല്ല പടം നല്ലൊരു പടം സംവിധാനം ചെയ്യാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പഴശ്ശിരാജ ചെയ്തതിന് ശേഷം ഏറ്റവും നല്ലൊരു പടമായി ഇത് മാറും എന്നുള്ള ഒരു വിശ്വാസവും എനിക്കുണ്ട്. ഇത് ദിലീപിൻ്റെ ഒരു പ്രത്യേക ഒരു പടമായിരിക്കും. ദിലീപ് ഇതുവരെ അഭിനയിക്കാത്ത പല വിശേഷങ്ങളും ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വ്യവസായത്തിൽ ഏറ്റവും നല്ല ഒരു പടം ഗോകുലം ബാനർ ചെയ്തു എന്ന് പറയാൻ ദിലീപിനും ഗോകുലം കമ്പനിക്കും ഇത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ പറഞ്ഞു, പ്രവീൺ പറഞ്ഞു പ്രൊഡ്യൂസറെ ഡേറ്റ് കിട്ടാനും ബുദ്ധിമുട്ടെന്തെന്ന്. ഇവിടെ വിളക്കെരിയുമ്പോൾ അതിന് എണ്ണ നിർബന്ധമാണ്. വിളക്ക് മാത്രമേ നമ്മൾ കാണാറുള്ളൂ, പക്ഷെ എണ്ണ നിർബന്ധമാണ്. എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. ആ എണ്ണ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു ഞാൻ. ഏതായാലും ഇങ്ങനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല ധനം, കാരണം ഇത് 10 കാശ് എങ്ങനെ ലാഭം കിട്ടുമെന്ന് ഓർത്ത് ഈ പടം ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഡയറക്ടർക്കും ബുദ്ധിമുട്ടാണ്, ഇതിൽ അഭിനയിക്കുന്നവരും മറ്റേ ഇവിടെ സാങ്കേതിക വരുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ മാതിരി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ അവസരം കൊടുത്ത ഒരു പടമാണ് കമ്മാര സംഭവം. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇവിടെ കൂടിയിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തി വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി സാർ. ഒരു ചിത്രത്തിൻ്റെ രൂപം ആദ്യമായി അതിൻ്റെ എഴുത്തുകാരൻ്റെ മനസ്സിലാണ് പൂർണ്ണമായി രൂപപ്പെടുന്നത്. കമാര സംഭവം എന്ന് പറയുന്ന ഈ ചിത്രത്തിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദ സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ദിസ് മൂവി. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് മുരളി ഗോപി സർ. നമസ്കാരം. ഒരു വലിയ ദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തോടെടുക്കുന്ന ഒരു നിമിഷമാണ്.
ഒരുപാട് നാളത്തെ പ്രയത്നമാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് തിരശ്ശീലയിലെത്തുന്ന ഒരു സിനിമ കൂടെയായിരിക്കും കുമാരസംഭവം. ഇതൊരു പുതിയ അനുഭവം നിങ്ങൾക്ക് തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ആളാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. ഒരു എഴുത്തുകാരൻ എഴുതി കഴിയുമ്പോൾ അത് ആദ്യത്തെ എഴുത്ത് മാത്രമേ ആവുന്നുള്ളൂ. ഒരു സിനിമയെ രണ്ടാമതും മൂന്നാമതും നാലാമതും എഴുതുന്നവരാണ് അതിൻ്റെ സംവിധായകരും അതിൻ്റെ സംഗീത സംവിധായകരും സൗണ്ട് ഡിസൈൻ ചെയ്യുന്നവരും എല്ലാവരും. ഓരോ തവണയും ആ സിനിമയെ വായിച്ചുകൊണ്ട് ഒന്നുകൂടെ എഴുതിയതിനെ വായിച്ച് കേൾപ്പിക്കുക കൂടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാവ് ശരിക്ക് ബിലോങ് ചെയ്യുന്നത് ഇതിൻ്റെ സംഗീത സംവിധായകനാണ്. ഞാൻ എൻ്റെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും സംതൃപ്തി നൽകിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് നൽകിയിട്ടുള്ള ഒരാളാണ് ഗോപി സുന്ദർ. എൻ്റെ ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് ഗോപി സുന്ദറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുനർവായന ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് റീൽസ് എനിക്ക് കാണാനിടയായി. ഞാൻ വളരെ ഹാപ്പിയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ. സോ ഇത് അദ്ദേഹത്തിൻ്റെ രാവാണ്. ഈ സിനിമയിൽ അദ്ദേഹം എന്നെ കൊണ്ടൊരു പാട്ടും പാടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയത്. ഇപ്പോൾ അതൊരു സ്ഥിരം ശീലമായി മാറിയിട്ടുണ്ട്. ഈ രാവ് അദ്ദേഹത്തിനുള്ളതാണ്. ഈ സിനിമയിലെ സംഗീത രാവാണിത്. സോ അദ്ദേഹമാണ് ഈ സ്റ്റേജിൻ്റെ ഉടമസ്ഥൻ. ഞാൻ പിൻവാങ്ങുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ രതീഷ് അവറുകളുടെ ഗുരുസ്ഥാനീയനായ ബ്ലെസ്സി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമയ്ക്കല്ലാതെ ഇത്രയധികം പ്രാർത്ഥിച്ച മറ്റൊരു സിനിമയില്ല. കാരണം അത്രയധികം പ്രതിബന്ധങ്ങൾ ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ ആശംസിക്കുന്നു. താങ്ക് യു സർ. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ലാൽ ജോസ് അവറുകളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രതീഷ് ആയിട്ട് ഒരു 10-20 വർഷത്തെ ബന്ധമാണ്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അസോസിയേറ്റായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല, സഹോദരങ്ങൾ എന്ന് പറയാവുന്ന ബന്ധമാണ്. ആദ്യകാലത്ത് പലരും എൻ്റെ അനിയനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് രതീഷിനെ. അപ്പോൾ രതീഷിൻ്റെ വലിയ ദിവസം വരാൻ പോവാണ്, റിലീസിങ്. അതിനു മുമ്പ് അവനുള്ളതിനേക്കാൾ കൂടുതൽ ചങ്കിടിപ്പോട് കൂടിയിട്ടാണ് ഞാനും നിൽക്കുന്നത്. മറ്റൊരു സഹോദരൻ ദിലീപിനെ എല്ലാ കാലത്തും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് ഞങ്ങൾ ഒരു മുറി ഷെയർ ചെയ്തിരുന്ന കാലത്തും അവൻ നടനാവുമെന്ന് ആദ്യം ആഗ്രഹിച്ചത്, അങ്ങനെ അവനെ കണ്ടാൽ ആഗ്രഹിക്കാൻ തോന്നാത്തൊരു കാലത്ത് അവനൊരു നായകനാവണമെന്നും അവനൊരു വലിയ സ്റ്റാർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ദിലീപിന് കിട്ടി. പക്ഷേ ഈ സിനിമ ഓടിയേ പറ്റൂ. അവനെ ഒരു സൂപ്പർ താരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്.
വളരെ അഭിമാനമുണ്ട്. എൻ്റെ 2 സഹോദരങ്ങളുടെ സിനിമയാണ്. പിന്നെ വളരെ അവിചാരിതമായി കിട്ടിയ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് സിദ്ധാർത്ഥ്. ഒരു രാത്രിയിലെ പരിചയമുള്ളൂ, ഒരു മുഴുവൻ രാത്രിയുടെ പാനീയോപചാരങ്ങളുടെ ഓർമ്മ. കേരളത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ഒരു കഷ്ണം നമുക്ക് കൊണ്ടുപോകണം. ഗോപാലേട്ടനെയും ബൈജുവിനെയും പ്രവീണിനെയൊക്കെ നേരത്തെ അറിയാം. അവരെപ്പോലൊരു കമ്പനിക്ക് ഇത്രയും വലിയ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. മലയാള സിനിമയിൽ വലിയ സ്വപ്നങ്ങളുള്ള സംവിധായകർക്കൊക്കെ ആശ്രയിക്കാവുന്ന ഒരു ബാനറായിട്ട് ഗോകുലമുണ്ട് എന്നുള്ളതിൽ സന്തോഷം. വലിയ സ്വപ്നങ്ങൾ വിജയിക്കട്ടെ, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ. നമിതനെ മറന്നിട്ടില്ല. നമിതയും ഈ സിനിമയിൽ, നമിതയും എൻ്റെ കുട്ടിയാണ്. അപ്പോൾ എല്ലാം നമ്മളുടെ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ സിനിമയാണ്. ആശംസകൾ. ഇതിൻ്റെ ആദ്യ റിലീസിങ് ദിവസം നെഞ്ചെടുപ്പോടുകൂടി ഞാനും ഉണ്ടാവും പള്ളിയിൽ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഇപ്പോൾ ഈ ചിത്രത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, ഒരിക്കൽ കൂടി ആ ഒരു ടീസർ ഈ ഒരു വലിയ സ്ക്രീനിൽ കാണാനായിട്ട്. So ladies and gentlemen, let's take a look at the AV for the official teaser. Again. ഇതൊരു കഥയല്ല, ഇതാണ് യഥാർത്ഥ ചരിത്രം. ഈ ചിത്രം കാണാനായിട്ട് ഏവരും കാത്തിരിക്കുകയാണ്. ദിലീപ് ഏട്ടന് വേണ്ടി ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമിത പ്രമോദ്. പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കമാരസംഭവം എന്ന ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. ഏതൊരു ആക്ടറിൻ്റെയും സ്വപ്നമാണ് ഇതുപോലുള്ളൊരു വലിയ സിനിമ. ഭാനുമതി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് നൽകിയതിന് രതീഷ് ചേട്ടനോട് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ്. ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു പീരീഡായിരുന്നു. പക്ഷെ ഒരിക്കലും ആക്ടേഴ്സിൽ ആ പ്രഷർ ഒരിക്കലും അദ്ദേഹം കൊണ്ടുവന്നിരുന്നില്ല. ഇറ്റ്സ് എ ബ്രില്യൻ മേക്കർ. താങ്ക് യു സോ മച്ച് രതീഷ് ചേട്ടാ. ആൻഡ് താങ്ക് യു ഗോകുലം പ്രൊഡക്ഷൻ ഹൗസ് ഫോർ മേക്കിംഗ് സച്ച് വണ്ടർഫുൾ മൂവീസ്. ആൻഡ് ദിലീപേട്ടൻ. ദിലീപേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു സഹോദരനെ പോലെ, എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ലൈഫിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4ാമത്തെ ചിത്രമാണിത്. ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും ഇറ്റ് വാസ് മോർ ലൈക്ക് എ ലേണിംഗ് പ്രോസസ്. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. ആൻഡ് സിദ്ധാർത്ഥ്. ബോയ്സ് കണ്ട ആ ഒരു ടൈമിൽ ഐ വാസ് യങ് ബാക്ക് ദെൻ. അപ്പോൾ തൊണ്ട് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ് നടന്നൊരു ടൈമായിരുന്നു. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയൊക്കെ ഹാർട്ട് ത്രോബായിരുന്നു. ഹിസ് സച്ച് എ വണ്ടർഫുൾ ആക്ടർ. ഇറ്റ് വാസ് സോ നൈസ് വർക്കിംഗ് വിത്ത് യു സിദ്ധാർത്ഥ്. ആൻഡ് മുരളിയേട്ടൻ. മുരളിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു.
ഹൈറ്റ്, വെയ്റ്റ്, ബുദ്ധി. ആദ്യമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു 2 വട്ടം ആലോചിക്കും എന്താ സംസാരിക്കേണ്ടതെന്ന്. ഏറ്റവും കൂടുതൽ ശരിക്കും പറയാണ്, ഗൂഗിൾ ഡിക്ഷണറി ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരുന്നത് ആ ഒരു ടൈമിലായിരുന്നു, കമാര സംഭവത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. ആൻഡ് ഗോപിയേട്ടൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സാണ്. പിന്നെ നമ്മുടെ മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയാവുന്നത് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫർ സുനിലേട്ടൻ. താങ്ക് യു സോ മച്ച് സുനിലേട്ട. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഫിലിം ചെയ്തത്. ടെക്നീഷ്യൻസ് ആയാലും, ആർട്ട്, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, എല്ലാ ആക്ടേഴ്സും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. മലയാള സിനിമയുടെ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ ആ പട്ടികയിൽ വരുന്ന ഒരു നല്ല സിനിമയായിരിക്കും കമാര സംഭവം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് നമിത. കമാര സംഭവം എന്ന് പറയുന്ന ഈ ചിത്രത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി അടുത്തതായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്വേത മേനൻ. വെൽക്കം മാം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനത്തെ ഞാൻ ലാസ്റ്റ് കണ്ട ഒരു കൂട്ടായ്മ കളിമണ്ണ് പടത്തിൻ്റെ മ്യൂസിക് ഓഡിയോ ലോഞ്ചിലാണ്. ആ ഒരു സന്തോഷം അതുക്ക് മേലെ സന്തോഷമുണ്ട്. ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വർഷം മുമ്പേ രതീഷ് എൻ്റെ വീട്ടിൽ വന്ന് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി നറേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് തീരെ മലയാളം സിനിമേൻ്റെ ഒരു ഫീലിങ്ങേ വന്നില്ല. ഞാൻ പറഞ്ഞു, ഐ യു ഷുവർ ഇതൊരു മലയാളം സിനിമയാണ്? ആൻഡ് പിന്നെ ഐ ആം സോ ഹാപ്പി ദാറ്റ് ഞാൻ യെസ് മാത്രമല്ല, എൻ്റെ ഒരു ഗെറ്റപ്പ് മാത്രമല്ല, ബിക്കോസ് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു പടം യെസ് പറയണത്. സോ അതിൻ്റെ ഒരു സന്തോഷം മാത്രമല്ല, എനിക്ക് തന്ന ഒരു ഡിഫറൻസ് ആയ ഇൻ എവറി സെൻസ് മുരളി ചേട്ടനെ ഞാൻ നന്ദി പറയാണ്. ബിക്കോസ് മുരളി ചേട്ടൻ വാസ് ലൈക്ക് എ ബിഗ് സ്ട്രെങ്ത് ആൻഡ് ബിഗ് ഗൈഡ് ടു മീ ത്രൂ ഔട്ട് എവറി സീൻ, എവറി ഷോട്ട്. പിന്നെ ഐ തിങ്ക് ഐ എം വൺ ഓഫ് ദോസ് ലക്കി വൺ. എനിക്ക് എല്ലാവരുടെയും കൂടെ സീൻസ് ഉണ്ട്. ഫ്രം സിദ്ധാർത്ഥ് ആൻഡ് വി, ഐ തിങ്ക് വി ഹാഡ് സച്ച് ഗ്രേറ്റ് ഫൺ ഡൂയിങ് സീരിയസ് സീൻ ആണെങ്കിലും ഐ തിങ്ക് വി ഹാഡ് ലോട്ട് ഓഫ് ലാഫ്. പിന്നെ ദിലീപ് ഏട്ടൻ്റെ കൂടെയാണ് എൻ്റെ ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ ഒരുപാട് നെർവസ് ആയിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ ദിലീപേട്ടനോട് പറഞ്ഞു, ദിലീപേട്ട എനിക്ക് ഭയങ്കര പേടിയുണ്ട് നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ. സോ ഹീ സെഡ്, ഒരു കുഴപ്പമില്ല, എനിക്ക് ശ്വേതയോടും ജാസ്തി പേടിയുണ്ട്. അവിടെ തന്നെ അത് ക്രാക്കായി. സോ ഹീ മെയ്ഡ് മീ കംഫർട്ടബിൾ. നമിതാൻ്റെ കൂടെയും ഇറ്റ് വാസ് ഗ്രേറ്റ് വർക്കിംഗ്. മണിക്കുട്ടൻ, എവ്രി വൺ, ഐ തിങ്ക് നല്ലൊരു ടീമാണ്. പക്ഷേ ഇൻ ദിസ് മൊമെൻറ്റ് ഓഫ് ടൈം ഒരുപാട് ആൾക്കാരെ നന്ദി പറയാണ്ട്. സുനിലേട്ട, ആർ ക്യാമറാമാൻ, ഹി മേഡ് us ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് പിന്നെ സമീര, നമ്മുടെ കോസ്റ്റ്യൂം, റോഷനേട്ടൻ, നമ്മുടെ മേക്കപ്പ്, സോ മെനി തിങ്സ്, എല്ലാവരെയും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ടു. പിന്നെ കമാര സംഭവം won't be there if Gokulam Gopal uncle won't be there. So thank you uncle for supporting us. Thank you so much. താങ്ക് യു സോ മച്ച് മാം. കമാര സംഭവത്തിൻ്റെ ഔപചാരികമായ ഓഡിയോ പ്രകാശന ചടങ്ങിലേക്കാണ് അടുത്തതായി നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി വിശിഷ്ട വ്യക്തികളെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോകുലം ഗോപാലൻ സർ, പ്ലീസ് വെൽക്കം ഓൺ ടു ദ സ്റ്റേജ്. സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ രതീഷ് അമ്പാട്ട്, റൈറ്റർ മുരളി കോപ്പി സർ, നമിത പ്രമോദ്, ശ്വേത മേനൻ, Gopi Sundar sir, Saji MD Millennium Audios music partner, Baiju sir, MM Hamza, സ്വാഗതം ചെയ്യുന്നു നിവിൻ പോളി, ലാൽജോ സർ, സാദിഖ്, രാകേഷ് ബി, സന്ദീപ് സേനൻ, വൈശാഖ് സർ, ഉദയ് കൃഷ്ണ, മാർത്താണ്ഡൻ സർ, അജയ് വാസുദേവ് സർ,
Siddiq sir, Joshi sir, ഈ ചിത്രത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ദി ക്യാമറ അസിസ്റ്റൻസ്, മേക്കപ്പ്, പ്രൊഡക്ഷൻ, എല്ലാ അണിയറ പ്രവർത്തകരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാമചന്ദ്ര ബാബു സർ, അനൂപ് സർ ഫ്രം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ്, ആൽവിൻ ആന്റണി സർ, ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുന്നു സണ്ണി വെയിൻ, Blessy sir, I welcome you onto the stage. Costumer Samira Sanish, Hari Kumar sir, Benny P. Nairambalam sir, please welcome. ഇടവേള ബാബുചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദിവ്യപ്രഭേനെയും അതോടൊപ്പം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുന്നു അഞ്ജലി നായർ, And now let's welcome the stars of the movie. സ്വാഗതം ചെയ്യുന്നു സിദ്ധാർത്ഥ് onto the stage. അതോടൊപ്പം തന്നെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. ഇതാ ഇരുവരും ഒരുമിച്ച് വേദിയിലേക്ക് എത്തിച്ചേരുന്നു. തങ്ങളുടെ നിറസാന്നിധ്യം കൊണ്ട് ഈ മനോഹരമായ സന്ധ്യ ധന്യമാക്കി തീർക്കാനായിട്ട് നാദർ ഷിക്കയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാദർ ഷിക്ക, പ്ലീസ് കം അപ്പ് ഓൺ ടു ദി സ്റ്റേജ്. I request Lalju sir to hand over the audio CD to Nivin Poli and request Nivin Poli to unveil it. Lalju sir. Lalju sir is handovering the CD to Nivin and they both are unveiling it together. കമാര സംഭവത്തിന്റെ ഔപചാരികമായ ഓഡിയോ പ്രകാശന ചടങ്ങ് ഇതാ ഇവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി തന്നെ മാറും. Everyone, please be seated. I request Nivin Poli to kindly stay back on stage. നല്ലൊരു കൈയടി നൽകാം അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിവിൻ സംസാരിക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കൈയടി പോരാട്ടോ. Over to you, Nivin. എല്ലാവർക്കും നമസ്കാരം. വളരെ വലിയൊരു പടമാണ്.
ഒരുപാട് നാളുകളായി നമ്മൾ ഇത്രയും വലിയൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ അന്യഭാഷാ സിനിമകൾ കാണുമ്പോൾ നമ്മളോട് വളരെ വലിയ ആഘോഷമാക്കാറുണ്ട്. നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാവുന്ന ഒരു വളരെ വലിയൊരു സിനിമ ഈ ആഴ്ച റിലീസ് ചെയ്യുകയാണ്. രതീഷേട്ടനെ കുറേ നാളുകളായിട്ട് അറിയാം. രതീഷേട്ടൻ്റെ ആദ്യത്തെ പടമാണ്, സിദ്ധാർത്ഥിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. ദിലീപേട്ടൻ്റെ ഇന്നേ വരെ കാണാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വളരെ മാസ് അവതാർ പടമാണ് ദിലീപേട്ടൻ്റെ. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ, വളരെ വലിയ വിജയമാവട്ടെ സിനിമ. ഗോകുലം ഗ്രൂപ്പിൻ്റെ എനിക്ക് തോന്നുന്നു പഴശ്ശിരാജ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കമാരസംഭവം. വളരെ വലിയൊരു വിജയമാവട്ടെ. ഇവിടെ നമ്മളിന്ന് ടീസർ കണ്ടപ്പോൾ ഒരു തരിപ്പ് കിട്ടി. അതിനും വലിയ അനുഭവം തിയേറ്ററിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് നിവിൻ. കമാരസംഭവത്തിൻ്റെ ആ ഒരു മിനിറ്റോളം വരുന്ന ടീസർ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള പൂരത്തിലേക്ക് കടക്കാനായി പോകുന്നത്. ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗാനങ്ങൾ കാണാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുകയാണ്. അതിനു മുൻപായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ സർ, അതോടൊപ്പം തന്നെ ബ്ലെസി സാറിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലേക്ക്. ഗോപി സുന്ദർ സർ ആൻഡ് ബ്ലെസി സർ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. I request Gopi Sundar sir to hand over the remote to Blessy sir. ഞാനോരാവോ ഇരുളു നീന്തി വന്നു, ആരും കാണാതകലെ കാത്തു നിന്നു. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. What a beautiful song. Thank you so much, Blessy sir, for doing the honor. And I request you to kindly address the gathering. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഇവിടെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ശേഷം ദിലീപേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ എന്താ പറയുക, ഒരു വികാരമായി മാറിയിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ. ആ വികാരം ഒരു പ്രാവശ്യം ഞാൻ പ്രകടിപ്പിച്ചു രാമലീല എന്ന് പറഞ്ഞ സിനിമയിലൂടെ. അതിനുശേഷം ആ വികാരം വളർന്ന് അതിതീവ്രമായി എൻ്റെ മനസ്സിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കി. ആ ചലനങ്ങളുടെ ശക്തി എല്ലാം ചേർത്ത് വീണ്ടും എനിക്ക് ഒരു വേദി കൂടി ഒരുങ്ങി. അതാണ് കമ്മാരസംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, എൻ്റെ ചോര നീരുവാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഈ സിനിമ വൻ വിജയമായി മാറും, അത് 200% ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ ഇതിലോട്ട് ഈ ഒരു വലിയ സംഭവത്തിലേക്ക് എന്നെ ചൂസ് ചെയ്ത എല്ലാവർക്കും, അതായത് ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ, എവ്രിബഡി, ഡയറക്ടർ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എല്ലാവരോടും നന്ദി പറയുകയാണ്. വളരെ ഇമോഷണലായിട്ട്
ദിലീപേട്ടനോട് ഒരുപാട് സ്നേഹം ഈ സിനിമയിലൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. മുരളി ചേട്ടനെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുരളി ചേട്ടൻ പെൻ പോയിന്റിൽ വെക്കുന്ന സ്ഥലത്ത് എനിക്ക് എൻ്റെ മ്യൂസിക്കിൻ്റെ വികാരം മാക്സിമം നൽകാൻ കഴിഞ്ഞിട്ടുള്ളൊരു സിനിമകളിൽ ഒരു സിനിമയാണ് കമാരസംഭവം. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ട്. നിങ്ങളെല്ലാവരും കൈയടിച്ചാൽ പാടും എന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലായത്. ഓവർ ടു യു സർ. ആക്ച്വലി ഇങ്ങനെ പാടുന്ന സമയത്ത് ഓർക്കസ്ട്രയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റേജ് മൊത്തം കാലിയാണ്. നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടാം. അതിപ്പോൾ ഈ സിനിമയിലെ പാട്ട് പാടിക്കഴിഞ്ഞാൽ പണിയായിരിക്കും. കേട്ടല്ലോ, അത് ഹരിചരനാണ് പാടിയിരിക്കുന്നത്. അത് എഴുതിയിട്ടുള്ളത് റഫീഖൊക്കെയാണ്. പിന്നെ വേറൊരു കമാരസംഭവം എന്നുള്ളൊരു പാട്ടുണ്ട്. അതും പാടാൻ പറ്റിയ അവസ്ഥയിലല്ല കാര്യം. അത് ഭയങ്കര എനർജിയും ഫുൾ ഓർക്കസ്ട്രയ്ക്ക് വേണ്ട ഒരു പാട്ടാണ്. അത് എഴുതിയിരിക്കുന്നത് BK ഹരിനാരായണനാണ്. അതിഗംഭീരം. നിങ്ങളെല്ലാവരും ഏറ്റുപാടാൻ പോകുന്നൊരു ഒരു പാട്ടായിരിക്കും അത്. അത് BK ഹരിനാരായണന് നമുക്കൊരു കയ്യടി കൊടുക്കാം. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ പാട്ട് പാടാം. ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിൽ മേൽ 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 എന്നൊരു പാട്ട് പാടാം. ആ പാട്ട് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ട് ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ പാട്ട് കയറി ഇങ്ങനെ കയറി ഒരു വലിയ ഹിറ്റായി മാറുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ആ സിനിമയ്ക്ക് ആ പാട്ട് ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പാട്ടായിട്ട് മാറി. അത് നിങ്ങളെല്ലാവരും സ്നേഹത്തിന് ആ പാട്ടിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നും നന്ദി പറയുന്നതുകൊണ്ട് ആ പാട്ട് ഞാൻ ഇവിടെ പാടാം. മേൽ 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 വിണ്ണിലെ ചേക്കേറാ കിളികളായി മേൽ 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 വിണ്ണിലെ ചേക്കേറാ കിളികളായി വെറുതെ നാമിതിലേ അണയാ ഒന്നിതിലേ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ വൈശാഖ് സർ. പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു സായാഹ്നം ആദ്യമേ ആശംസിക്കുന്നു. കമാരസംഭവം ഒരു വൻ സംഭവമായി മാറട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരുപാട് പേർ ജോലി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വലിയ സിനിമകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വലിയ സ്വപ്നമാണ്. ഇത്തരം ഒരു വലിയ ചിത്രത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രീ ഗോകുലം മൂവീസ് മനസ്സ് കാണിച്ചതിന് അഭിനന്ദനങ്ങളും നന്ദിയും സന്തോഷവും ആദ്യമേ അറിയിക്കുന്നു. ഒരു പുതിയ സംവിധായകൻ്റെ ആദ്യത്തെ ചിത്രമാണ്. അദ്ദേഹത്തിന് ഈ ചിത്രം ഒരു വലിയ കരിയർ നൽകട്ടെ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ മികച്ച ഭാവി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതൊരു ഓഡിയോ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്ത് ഗോപി സുന്ദറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാത്തിലും ഉപരി എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ദിലീപേട്ടൻ്റെ സിനിമയാണിത്. ദിലീപേട്ടൻ്റെ കരിയറിൽ തന്നെ ഒരു വൻ സംഭവമായി കമാരസംഭവം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് നാദിർ ഷിഖാനെ ഹൃദയപൂർവ്വം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. നമസ്കാരം. ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൂലയ്ക്ക് പോയി ഇരിക്കുകയായിരുന്നു. ഏതായാലും പക്ഷേ ഇത്രയും വലിയൊരു സദസ്സിൽ വലിയൊരു ഫങ്ഷനിൽ
ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ദിലീപിൻ്റെ ജീവിതത്തിലെ വലിയ വികാസങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള കമാര സംഭവത്തിന് നേരത്തെ എൻ്റെ സുഹൃത്ത് വൈശാഖ് പറഞ്ഞ പോലെ മലയാള സിനിമയിൽ വലിയ സംഭവമായി തീരട്ടെ ഈ സിനിമ. സാമ്പത്തികമായിട്ടും അതിൻ്റെ കലാമൂല്യം കൊണ്ടും വലിയ സംഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി സംസാരിക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ നമിത പറഞ്ഞ പോലെ തന്നെ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു ചിത്രം റിലീസ് ചെയ്തപ്പോൾ തന്നെ പെൺകുട്ടികളുടെ ഹാർട്ട് ത്രോബാണ്, ഇപ്പോഴും ഹാർട്ട് ത്രോബാണ്. ഈസ് കണ്ടിന്യൂയിങ് ടു ബി ദ വൺ ആൻഡ് ഓൺലി റൊമാൻറ്റിക് ഹീറോ ഫ്രം സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. ആൻഡ് സിദ്ധാർത്ഥ് വെർ എക്സൈറ്റഡ്ലി വെയിറ്റിംഗ് ടു ലിസൺ വാട്ട് യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദ മൂവി. അതോടൊപ്പം തന്നെ നമ്മുടെ ദിലീപ് ഏട്ടനെ പറ്റിയും എന്താണ് പറയാനുള്ളത് എന്ന് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ ലെറ്റ്സ് വെൽക്കം സിദ്ധാർത്ഥ് ഓൺ ടു ദ സ്റ്റേജ്. Very good evening to everyone here. Kammara Sambhavam. Idu oru one sambhavam, there is no doubt about that. I waited 17 years to make my debut in Malayalam cinema. It took 17 years. So thank you Gopalan sir, Ratish Ambat sir, Murli Gopi sir for my debut film in Malayalam. I grew up watching Malayalam cinema. I've spent a lot of time in Cochin, Trivandrum as a small boy, watching cinema in the cinema. So I grew up on good Malayalam cinema. I never thought I would enter Malayalam cinema with such great Malayalam cinema. I must admit, I grew up, I was a huge fan of Mammootty sir and Mohanlal sir. And I've also grown up on great Malayalam directors like Bharathan sir, Sibi Malayal sir, Adur Gopalakrishnan sir. I've watched a lot of Malayalam films. And it is my dream come true that I can go to each one of these great people and show them my debut film, which is Kamara Sambhavam. Kamara Sambhavam is not just a Malayalam film. It is a landmark film for Indian cinema. God has been very kind to me. I made my debut in Tamil as an actor with director Shankar. I made my debut in Telugu with Prabhudeva. I made my debut in Hindi with Amir Khan. I made my debut in Malayalam with Dilip Etan. This is the best film Dilip Etan has done in his career. I have seen a lot of his films, and we have a name for Dilip sir. We used to talk, in Tamil we'll say, Rakshasa Nadigan, which means whoever stands next to him, he will finish them off. Such a great actor. You cannot score against Dilip Etan. I have shot with him for 100 days. Nobody can score against Dilip Etan. It's very, very difficult. This team is fueled by some incredible talent. I'll start with the beautiful ladies in front of me, Namita and Shweta, both Swapna Sundaris in my film, and incredible actresses. I've shared a lot of screen time with both of them. Thank you for your kindness and your patience. The technical crew of this film, we can talk about them for the next 20 years because there are lots of young people in this team, starting with Director of Photography, Sunil. His work is chanceless in this film. Every single technician, the hero of today, Gopi Sundar, he's still working on the re-recording, so we have not heard the final. So it's going to come and he's going to blow everybody's mind, there's no doubt. And the smallest help became the biggest help for me because I know a lot of you are thinking, first Malayalam film, why is he going on talking in English? I'll talk in Malayalam in the theatre, don't worry. When you come to watch Kamara Sambhavam in the theatre, you will hear my voice, don't worry.
The biggest help for me came from the assistant director standing over there, who I could not have done this film without. Sudesh, Aji, Sinu, Jitan, yeah, the whole team, and our still photographer Srinath, who we call Nischal. Thank you, Srinath. Everybody's talking about your stills. A big part of Kamara Sambhavam, if not the biggest part of Kamara Sambhavam, is the pen, the eyes, the ears, the mind and the mouth of one man called Murli Gopi. I consider myself intelligent. I consider him more intelligent. And I don't say that very often. Murleta, thank you for this. We met for this film close to 3 years back. So we all look the same. The film just looks bigger. And it is a dream for everybody on this stage. I cannot thank this last person that I'm going to mention. But before I thank him, I just want to thank some people that I grew up worshipping. First of all, Joshi sir, I love you. I grew up watching your cinema. I'm a huge fan. Thank you so much for being here. It means a lot to me. And Blessy sir, I'm officially putting my kerchief and saying next film, one chance, please. So now coming to the hero of this film, who managed to convince one of the greatest production houses in this country to give him his debut. Ratish Ambat is not just my director, he's like a brother to me. We have spent a lot of time in the last few years talking about this debut. I have never waited for a director to finish a film as much as I waited for this man to finish this film. Ratish Ambat is going to be a director beyond compare. He's going to be one of the directors I can show off and say he's my friend and he's a great director. So thank you so much, Ratish. And I want to thank all of you here for being here, because I know how happy this makes my entire crew, Gopalan sir and Dilipetan and Ratish and Murleta, everybody's here. We're all so happy to share this day with you. But I'm also very, very happy to celebrate my first Vishu as an actor in Malayalam with all of you. And I'm very excited that my debut is coming in the most beautiful season. So thank you very, very much, all of you. And thank you to the makers of this film for giving me this chance. And lastly, Laljos, I'll see you after this. Glassmates. Thank you very much. Thank you so much, Siddharth. Kamaran Nambiar, ഒരു മുഖമല്ല പല മുഖമുള്ള കഥാപാത്രമാണ്. സ്വാഗതം ചെയ്യാം ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനെ വേദിയിലേക്ക്. ദൈവത്തിന് സ്തുതി, വീണ്ടും കാണാൻ സാധിച്ചതിൽ. എന്നെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരോട് തീരാത്ത നന്ദിയും കടപ്പാടും. ഒരു അപകട സമയത്ത് എനിക്ക് കൂട്ടായി വന്നത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ 22 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിയ എൻ്റെ പ്രേക്ഷകരാണ്. ആദ്യം തന്നെ എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഗുരുക്കളായ ജോഷി സാറ്, സിദ്ദിഖ തുടങ്ങിയ ഒരുപാട് എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദര സ്ഥാനത്തുള്ളവർ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് 2ാം ജന്മത്തിലെ ആദ്യത്തെ വേദിയാണിത്.
ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് രതീഷ് വന്ന് കഥ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം സത്യം പറഞ്ഞാൽ ഞാൻ തലകുനിക്കുന്നു രതീഷിൻ്റെ ക്ഷമയുടെ. രതീഷിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരുപാട് ടീപ്പോയി ഉണ്ടാക്കിയിട്ടുണ്ടാവും ക്ഷമയുടെ നെല്ലിപ്പല കൊണ്ട്. അത്രയധികം. കാരണം ഈ സിനിമ വലിയൊരു സംഭവം ആക്കി മാറ്റിയത് രതീഷിൻ്റെ ക്ഷമ തന്നെയാണ്. എനിക്ക് മീശമാധവൻ, ചന്ദനദിക്കൽ ആ സമയം തുടങ്ങി രതീഷിനറിയാം. ഞാൻ കഥ കേട്ടു, ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ 2 പേർ വേണം. അപ്പോൾ അതാര് എന്ന് പറയുന്നൊരു വിഷയത്തിൽ അവസാനം നമ്മൾ സിദ്ധാർത്ഥിലെത്തി. ഈ സിനിമ സത്യമായത് അല്ല, ഇത് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. ഒരു സഹോദരനെ പോലെ തന്നെയാണ് സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നത്. കാരണം അത്രയും ഒരുപാട് പടങ്ങൾ മാറ്റിവെച്ച് സിദ്ധാർത്ഥ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ അഭിനയ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള വേഷം നൽകിയ മുരളി ഗോപി. ഇവിടെ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ പറഞ്ഞ പോലെ മുരളിയുടെ അറിവിനെക്കുറിച്ച് നല്ല വിവരമുള്ള ആളാണ് കേട്ടോ. കാരണം ഞാൻ ആലോചിക്കും എങ്ങനെയാണ് ഇതൊക്കെ എഴുതാൻ പറ്റുക എന്നുള്ളത്. ഒരു വലിയ നടൻ്റെ മകൻ വലിയൊരു നടനാവുക, അതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് മുരളി വായിക്ക് നല്ല ജ്ഞാനമാണ്. ഗംഭീരമായിട്ടുള്ളൊരു വേഷമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഞാൻ 5 ഇതിൽ വരുന്നുണ്ട്. അതിൽ 3 പ്രധാനപ്പെട്ട വേഷങ്ങൾ. ശരിക്കും പറഞ്ഞാൽ പ്രായമുള്ള ആളായിട്ട് 94 വയസ്സുള്ള കമാരനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു കുറേയൊക്കെ. അതിനുശേഷം ഇപ്പം നിങ്ങൾ പാട്ടിൽ കണ്ട ആ വേഷം നമ്മൾ കുറേ ഷൂട്ട് ചെയ്തു. പക്ഷേ അപ്പോഴും താടി വെച്ച ആ വേഷം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ഏത് തരത്തിലുള്ള മേക്കപ്പാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗെറ്റപ്പാണ് എന്നുള്ളൊരു സംശയം വളരെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് വലിയൊരു സുനാമിയിൽപ്പെട്ട് 3 മാസക്കാലം ഞാൻ പോയത്. ആ 3 മാസം കൊണ്ടുണ്ടാക്കിയ താടിയാണത്. അതുണ്ടാവാൻ സഹായിച്ച മീഡിയയോടും ഒരുപാട് നന്ദി. പിന്നെ ഈ സിനിമ നിർമ്മിച്ച ഗോകുലം ഗോപാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് തന്നെ പറയാം, മരുമകനാണ് മകൻ പ്രവീൺ. ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം ഗോപാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും സിനിമ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിർമ്മിക്കാനിരുന്ന സിനിമയാണ് കമാരസംഭവം. പക്ഷേ ഒരുപാട് കിങ് ലെയറിൻ്റെ സമയത്തൊക്കെയാണ്. അപ്പോൾ എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല, കാരണം വലിയ സിനിമയാണ്. അപ്പോൾ ഞാൻ ഗോപാലേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു സിനിമയുണ്ട്, ഒരു കഥയുണ്ട്, ഒന്ന് കേട്ട് നോക്കൂ. അങ്ങനെ പ്രവീൺ ഭായി ആയിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രവീൺ ഭായിനെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ ഈ സിനിമ ഗോകുലം മൂവീസ് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം ഏകദേശം ഒരു 10 കോടി രൂപയെങ്കിലും ചിലവാക്കിയിട്ടുണ്ടാവും. ആ സമയത്താണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ രതീഷ് എല്ലാം വളരെ ഷോക്കായിട്ട് എന്താ ചെയ്യാന്നറിയില്ല. ആ അവസ്ഥയിൽ 2ാമത്തെ ദിവസം പ്രവീൺ രതീഷിനെ വിളിക്കുകയുണ്ടായി. രതീഷ് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടിരിക്കുക. അപ്പോൾ പ്രവീൺ പറഞ്ഞു, എന്താണ് രതീഷ്, അല്ല ഇനിയിപ്പോൾ എന്താണ് എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലാണ്.
അപ്പോൾ പ്രവീൺ പറഞ്ഞത് അച്ഛനും ഒക്കെ ആയിട്ട് സംസാരിച്ചു, അയാൾ എന്തായാലും ഇതൊന്നും ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് അയാൾ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ 10 കോടി രൂപ ചിലവാക്കിയിട്ട് വളരെ കൂളായത് പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം എന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. അതിന് തീരാത്ത നന്ദിയും കടപ്പാടും ഗോപാലേട്ട, പ്രവീൺ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നമിത, ശ്വേത. നമിത പക്ഷേ എന്നെ സഹോദരൻ എന്ന് പറഞ്ഞ മോശമായിപ്പോയിട്ടോ. അല്ല, ഇത് ഹീറോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പുറത്ത് പറയാൻ പാടില്ല ഒന്നും. പിന്നെ ഇവിടെ പറയുകയുണ്ടായി April 5-നാണ് സിനിമ റിലീസ് ചെയ്യുന്നതെന്ന്. April 5-നല്ല, നമ്മളത് April 7 എന്നൊക്കെ പറയാം. സെൻസർ നാളെയാണ്. സെൻസർ കഴിയാണ്ട് നമുക്ക് ഡേറ്റ് പറയാൻ പറ്റില്ല. മറ്റുള്ള പണികളൊക്കെ തീർന്നിരിക്കുകയാണ്. എന്തായാലും വിഷുക്കാലത്ത് ഈ സിനിമ ദൈവം അനുഗ്രഹിച്ച് നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ സ്നേഹം തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ പറയാൻ മറന്നുപോയി, എൻ്റെ ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ട പറയില്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കാണ്. തഴക്കം വന്ന വലിയൊരു ക്യാമറമാൻ്റെ അനുഭവ പരിചയത്തിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രണ്ട്സിൻ്റെ കംഫേർട്ട് ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ, എന്നുവെച്ചാൽ ഗോപാലേട്ടനോ പ്രവീണൊക്കെ വളരെ അപൂർവമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ഫുൾ ടൈം സെറ്റിലുണ്ടായിരുന്നത് നമ്മുടെ സുധാകർജിയാണ്. അദ്ദേഹത്തിന് വളരെ നന്ദി. അതുപോലെ ഇതിൻ്റെ കൺട്രോളർ ഡിക്സൺ, പിന്നെ കൂടെ വർക്ക് ചെയ്ത സഫീർ തുടങ്ങിയ മറ്റുള്ള സഹപ്രവർത്തകരെ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ കുറേ ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ട്. അതിൽ എനിക്ക് വിടാൻ പറ്റാത്ത ഒരാളാണ് മേക്കപ്പ് മാൻ റോഷൻ, മായമോഹിനി, സൗണ്ട് തോമ, അതുപോലെ ഈ കമാറിനെ ഒക്കെ ഉണ്ടാക്കിയെടുത്തത് റോഷനാണ്. റോഷൻ്റെ കൈ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒന്നാവട്ടെ, എന്നുവെച്ചാൽ ഒന്നാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളൊക്കെ എന്താ പറയുമ്പോഴെന്ന് അറിഞ്ഞൂടാ, കാണണ്ടെന്നായിരിക്കുമല്ലേ. ഇപ്പം എന്താണെങ്കിലും എല്ലാവരുടെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കണം. എല്ലാ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട്, ഞാൻ ആരൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്, സോറി. വലിയ സന്തോഷം. നമ്മൾ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. ഈ സിനിമയിൽ പറയാൻ വിട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ബോബി സിൻഹ. ഇതിൽ ഈ പറയുന്ന, കാരണം ബോബി സിൻഹ, സിദ്ധാർത്ഥൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ കളറ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടി ഏത് സമയത്ത് വിളിച്ചാലും വന്നിട്ടുള്ള ഇന്ദ്രേട്ടൻ, കുട്ടേട്ടൻ, നമ്മൾ വിജയരാഘവൻ, അതുപോലെ സിദ്ദിഖ, വിനയ് ഫോർട്ട്, മണിക്കുട്ടൻ, ബൈജുബായ് തിരുവനന്തപുരത്തുള്ള അവർക്കെല്ലാം ഈ സമയത്ത് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബാക്കിയെല്ലാം പുറകെയുള്ള ആളുകൾ പറഞ്ഞോളണം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് സർ. നന്ദി പ്രകാശനത്തിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഗോകുലം ഗ്രൂപ്പ് മിസ്റ്റർ ബൈജു ഗോപാലൻ സർ. പ്ലീസ് വെൽക്കം. Very good evening. Namaskaram. So Gokulam Group is very proud of this project. And before thanking, I have to say something about Radish Hambat. He is my college mate in Bangalore. So I know about him. He was so talented. In the college time that he used to be always on movie. He always talk about movie. He was only on to movie. And he was a good ad maker also, ad movie maker. He has done a lot of ad movies. And
I think our chairman remembers this or not. I introduced him when we was taking our Paisi Raja movie. He has come there, he has met our chairman. He wants to be a part of Paisi Raja at that time, but I don't know what happened. So somehow, now Reddy Sambat is part of Gokulam Movies and he's a director. So we welcome him. And let me say my duties. I thank everyone, the total Kamara Sambhavam crew, as I was not involved much in movies. And my chairman, my brother-in-law Praveen is always involved in this movie. So I was just learning about this movie industry. And first of all, I thank our chairman who has given a very good budget. And as what our Dilip Button told, he is so patiently. He has accepted everything. And I thank our chairman for giving all this space, such a good convention center for a function. And I will thank Dilip Button, Mr. Siddharth. I thank Mr. Laljo Sutton, Joshi sir, Siddiq sir, Nivin Pauli, who is our new project hero, Namita Pramod, Sweta Menon, music director, Saji, Sunnyvale, and all our Murli Gopi, Leslie, all the dignitaries, and all the celebrities. I thank everyone, I thank all the guests, and I thank all the media who has to support us and who should be with us always. Thank you, media and cameraman. താങ്ക് യു സോ മച്ച് സർ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ മേക്കിംഗ് ദിസ് ഇവൻറ്റ് എ ഗ്രാൻഡ് സക്സസ്. കമാര സംഭവം തീർച്ചയായിട്ടും ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മാസ് എൻ്റർടൈനർ ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് അതിലേക്കായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും പിന്തുണയും എന്നെന്നും ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിനോടൊപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി താങ്ക് യു സോ മച്ച് എവ്രി വൺ ആൻഡ് വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ നൈറ്റ് അഹെഡ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് എവ്രി വൺ. ആണാ ഇനി ആരുമില്ല ചോദിക്കാൻ. ഉണ്ട്. ആര്? Kammaran Nambiyar. We meet again. ഇതൊരു കഥയല്ല മുള്ള, ഇതാണ് യഥാർത്ഥ ചരിത്രം.